റേഡിയോ കൂടെ കോള് പറയണ് ഇതേപോലെ മറ്റേ TG ആയിട്ട് ഇതായിട്ടുണ്ട് അവിടെ ഫയറിംഗ് കോള് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവരെ സിറ്റുവേഷനിൽ നമ്മൾ ഇടപെടണ്ടെന്ന് പറഞ്ഞു. മൈൻസ് അവിടെ ചത്ത് കിടക്കും. പ്രൊഫസർ അവിടെ അടി തുടങ്ങി പീഡിയില്. ആ ടൈമിൽ ഇറങ്ങി ഞാനും അടിച്ചു. മനസ്സിലായപ്പോ ആ ടൈമില് എല്ലാരും ഗ്യാങ് പ്രസ് ആണ്, മറ്റേ ഇൻഡിവിജ്വൽ പ്രസ് ഒന്നുമല്ല, എല്ലാരും ഗ്യാങ് പ്രസ്. അടിയായി പീഡി വന്ന് അടിച്ച് പിന്നെ കൊണ്ട് ഇല്ല കണ്ടിട്ടില്ല. ഞാൻ സൈക്കിളുകാരൊന്നും കണ്ടില്ല. വന്നാലും സൈക്കിളുകാരനെവിടെ കണ്ടില്ലേ? ഇല്ല ഞാൻ കണ്ടില്ല. പിന്നെ അവനെ ഇടിച്ചിട്ടുണ്ട്. ഒരു തോറ് പറഞ്ഞിട്ടോ അല്ലടാ നീ ചെറുതായിട്ട് അവനെ ഇടിച്ചായിരുന്നു. അല്ല അത് നിങ്ങളുടെ ഗ്യാങ്ങിലുള്ള ആളാണോ? ഓക്കെ ഓക്കേടാ ഓക്കെ. സ്പീഡ് ഇടിച്ചാനോടാ മോനെ? ഹലോ എന്തോ ഇറങ്ങടാ പുറത്തിറങ്ങടാ. നിന്നെ വണ്ടി ഇടിച്ചായിരുന്നത് അമ്മര് കണ്ടില്ല. ഓ അതാ ഞാൻ പറഞ്ഞേ. നമ്മളിപ്പം എന്തിരി റിപ്പയർ ഒക്കെ ചെയ്തിട്ട് വരുമ്പോ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ വണ്ടി പോയി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? അതൊക്കെ നോക്കി പോണ്ട ബ്രോ അല്ലേ. ഇനി സൈക്കിളുകാർക്ക് എന്തിനു ബ്രോ? സൈക്കിളുകാർക്ക് ഇപ്പൊ പ്രത്യേകം ഇങ്ങനെ ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓ ഇവിടെ ഞാൻ എന്തിനു സോറി പറയണ്ട? പക്ഷെ ഞാൻ എന്റെ കണ്ണി ഇടിച്ചിട്ടില്ല. നീയാണ് ഇടിച്ചിട്ടേക്കുന്നത്. എടേ എന്റെ കണ്ണി ഞാൻ ഇടിച്ചിട്ടില്ല. എന്റെ കണ്ണി ഞാൻ ഇടിച്ചിട്ടില്ല. ആ എവിടെ വിടാ? ഇന്ന സ്ഥലമൊന്നുമല്ല. ഞാൻ ഇവിടെ ഇരിക്കും. ഞാൻ വിടേണ്ട ആവശ്യമില്ല. ഇല്ലടാ പോത്തില്ല മോനെ പോത്തില്ല. ഓ ഞാൻ ഇവിടെ നിന്നുള്ളടാ. ആള് വന്നിട്ടില്ല. ഇന്നാള് വന്നില്ല. സോറിടാ മോനെ. അണ്ണാ TJ ടോളിയെ മറ്റേ കൊമ്പനെ കിഴപ്പ് സമ്മതിക്കൂല അണ്ണാ. അല്ല ഞാൻ പറയണ അണ്ണാ, ഞാനാണ് റിപ്പയർ ആയിട്ട് മാനുമായിട്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ ഈ കൊമ്പൻ വന്നിട്ട് ഏതൊരു സൈക്കിളുകാരനെ ഇടിച്ച് നീ ഒന്ന് സോറി പറയാടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ കണ്ണി കണ്ടിട്ടില്ല, ഞാൻ സോറി പറയില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്തൊരു ഇവൻ മറ്റേ ഞാൻ പറഞ്ഞ കൊമ്പ എന്റെ കണ്ണി കണ്ടില്ല, സോറി പറയില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഇവന്റെ കൂടെ ഉള്ളവൻ ആ ഇടിച്ചെന്ന് പറഞ്ഞ പയ്യൻ BMW കൊണ്ട് നേരെ വന്ന് നമ്മുടെ TA വണ്ടി ഇടിച്ച് വെള്ളത്തിൽ കളയാൻ നോക്കി. ഞാൻ നേരെ വണ്ടി എടുത്ത് കൊമ്പാച്ചന്റെ നെഞ്ചത്തോടെ കയറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുക വന്ന്. അപ്പൊ അവന്മാരെ ഇടിച്ച്. ഇത് വല്ലാത്ത കിഴപ്പുണ്ട്, ഇതല്ലാത്ത കിഴപ്പന്മാർ. അവന്മാരടിച്ച് ഞാൻ അടിച്ചില്ല. അവന്മാരടിച്ചു. അട്ടപ്പാടിയിലെ സ്റ്റോമാനിക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് അമ്പത്തൂന്നെ കണ്ട് കൊണ്ടുവന്ന് നിൽക്കുക. അവര് ഒരുമിച്ച് നിൽക്കുവായിരുന്നു. വണ്ടി എടുത്താ പോയി പറ്റിച്ചെന്നെ. എടാ വണ്ടി 3 വണ്ടിയുള്ള ഇവിടെ. കത്തിച്ചാണോ? വണ്ടി എടുത്തോയേ. വേറെ വിളിച്ചടിക്കണതോ? 16 വരെ ഉള്ളൂല്ലേ. അപ്പൊ പിന്നെ വാറ് അവരെ വിളി ആദ്യം വാറ് ചുമ്മാ വിളിക്കാൻ പറ്റില്ല. അത് വിളിച്ച് സംസാരിച്ചിട്ട് വാറ് വിളിക്കും. വേണം എന്തിനു വേണം പറ. വാറെടുക്കണം താല്പര്യം. നമ്മളായിട്ട് വിളിക്കുവാണോ അവര് വിളിക്കുവാണോ? നമ്മൾ അമ്പത്തൂരിനെ കൊന്നവര്. അപ്പൊ അതിന് നമ്മള് തിരിച്ചു വെക്കണം. അത് വാറായിട്ട് വേണമെങ്കിൽ ചോദിക്കാം, അല്ലാതെ വേണേ അടിക്കാം. സംസാരിക്കാൻ വിളിക്കണം. ഞാൻ ജോസൂട്ടി വിളിക്കണേ. ഓ വിളി കൊമ്മമ്പട്ടീനോട് റേസ് ആയിട്ട് കൊമ്പം പട്ടിയടാ.
ഹലോ ഹലോ ആ ജോസൂട്ടി എന്തിന് പ്രശ്നം എന്തിന് പ്രശ്നമൊന്നുമില്ലടാ. നിങ്ങളെ മറ്റേ കണ്ണാപ്പി ഉണ്ടല്ലോ, ആ കണ്ണാപ്പി കൊമ്പനിന്ന് വണ്ടി ഇടിച്ചിട്ടിട്ട് നിർത്താണ്ട് പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കോള് വിളിച്ചിട്ട് കൊമ്പനടുത്ത് പറയുകയും ചെയ്ത് എന്താണ് എന്റെ അടുത്ത് സോറി പറയാൻ താല്പര്യടാ പട്ടിന്ന്. സോറി പറയാൻ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങള് അപ്പൊ നേരെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് 51 അടിച്ചല്ലേ? അടിച്ചടിച്ചു. അപ്പൊ അതിന്റെ മുന്നേ അടി തുടങ്ങിയായിരുന്നടാ. കാരണം ഇത് പറഞ്ഞപ്പോ തന്നെ അടി തുടങ്ങിയായിരുന്നു. അതിന്റെ കണ്ണാപ്പിനെ അടിച്ചായിരുന്നു. കണ്ണാപ്പി പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളപ്പോ പോയിട്ട് കണ്ണാപ്പിനെ അടിച്ചിരുന്നെങ്കിൽ ഓക്കെ, അതിലൊരു ന്യായം ഉണ്ടായിരുന്നു. ഓക്കെ, ന്യായമല്ല, അതൊരു നിങ്ങളെ ഓക്കെ കണ്ണാപ്പിയാണ് നിങ്ങളടുത്ത് പറഞ്ഞത്, വേറെ ആരല്ല. ഇപ്പൊ 52 എന്നിട്ട് നിങ്ങളടുത്ത് കൊണ അടിച്ചില്ല, മനസ്സിലായില്ലേ? അല്ല നമ്മള് നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ ഹോസ്റ്റ് എടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ കണ്ണാപ്പി കിട്ടിയിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പൊ ജോസൂട്ടി അടുത്ത് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്നുള്ള സിറ്റിയിലുള്ള അങ്ങോട്ടുള്ള കാലങ്ങളിലും നമ്മൾ ഇങ്ങനെ പിന്തുണ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. ഞാനൊരു കാര്യം പറ്റേ, തുടർന്നുള്ള കാര്യം ഇങ്ങനെ തന്നെയാണ് നിങ്ങളെ ഭാഗത്ത് നിന്ന് വന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്, മനസ്സിലായില്ലേ? ശരി ശരി, നമ്മളും അപ്പൊ അങ്ങനെയൊക്കെ ഓക്കെ, അതൊക്കെ താങ്കൾ എവിടെ? ഞാൻ പലാട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് അടിച്ചു തീർക്കാനാണ് നമുക്ക് താല്പര്യം. നിങ്ങൾക്ക് എങ്ങനെയാണ് അടിക്കാൻ താല്പര്യം ഉണ്ടോ? നിങ്ങൾക്ക് പേടിയുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാന്ന് നോക്കിയിട്ട് പറഞ്ഞോ, ഞങ്ങൾ വാറ് വിളിക്കാൻ റെഡിയാണ്. നിങ്ങൾ സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, നിങ്ങൾ എന്താ പറഞ്ഞോ, നമ്മൾ അതിന് എല്ലാത്തിനും റെഡിയാണ്. വാറിട്ട് അടിക്കാൻ എല്ലാം അടിക്കാനേ എല്ലാം അടിക്കും. ശരി ജോസൂട്ടി, ശരി ശരി ശരി. ഓക്കെ, എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതി. അല്ല അല്ല അല്ല, എത്ര ഹലോ പറഞ്ഞോ. അപ്പൊ ഞങ്ങൾ റെഡിയാണ്. നിങ്ങളിപ്പോ എവിടെ ഉണ്ട്? ഞങ്ങള് 15 റെഡിയാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ വാറ് വിളിച്ചാൽ ഞങ്ങള് അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ ഓക്കെ, ഒരു 5 മിനിറ്റ്സ്. എടാ ഒരു 5 മിനിറ്റ്. ആരാ ഒരാൾ ഇറങ്ങണം നമ്മുടെ കൂട്ടത്തുനിന്ന്? അമ്മ റെഡിയാണ്. വാറ് വിളിക്കുന്നില്ല, അല്ലാതെ അടിക്കാൻ. ടണലിന്റെ റൈറ്റ് സൈഡ് വഴിയാണ് ടണലിൽ കയറണ്ടേ. അവിടെ ആരും ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞു സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞു. ഇവിടെ നോക്കി അവിടെ ഇല്ല അവിടെ കളിക്കൂല, അങ്ങനെ കളിക്കൂല. ഇവിടെ ഇതുവരെ ഇല്ല. നമ്മള് ജയിലുണ്ട്, ജയിലൊരു വണ്ടി ഉണ്ട്. താഴേക്ക് നമ്മാരാണ്. ജയിലുണ്ട്, ജയില് ഫ്യൂൽ സ്റ്റേഷന്റെ അവിടെ വണ്ടിയെ ഒരു വണ്ടി. അല്ല, ഫുള്ള് ജയില് ഫുള്ളുണ്ട് അവന്മാരെ, ഫുള്ള് ചെയ്യാമാര്. ജയില് മലയില്, ജയിലിന്റെ ഓപ്പോസിറ്റുള്ള മലയില് എല്ലാം അവിടെ ആയിട്ടൊക്കെ ഉണ്ട്. ഫുൾ പലയറ്റം ആ ഒരു ഏരിയ ആണ്. എടാ നിങ്ങക്ക് ഒരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ നേരെ വന്ന് അവര് ടയർ അടിക്കാനായിട്ട് അവര് വെയിറ്റ് ചെയ്ത് നിൽക്കുക. നിങ്ങൾ ഇതുവഴി കയറുന്ന മണ്ടത്തരമായിരിക്കും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കറ ബാക്കിൽ കൂടിയോ, അതാണ് ബെറ്റർ. പലയറ്റ സൈഡ് വഴിയോ കറങ്ങിയോ. ഹലോ സാറൊക്കെ നമ്മളിവിടേക്കാണ്. സാറൊക്കെ നമ്മള് എന്തെങ്കിലും ചെയ്യട്ടെ? ഇവിടുന്ന് എടാ ഈ ഫ്രണ്ടോളം ഇടിക്കാണ്. ഈ വണ്ടിയിലിടിച്ചോ എടാ താഴെ ടീച്ചർ ഒറ്റ വണ്ടിയാ. ഇവിടെ ടീച്ചർ ഒറ്റ വണ്ടിയാ. എടാ അളിയാ, എടാ അവിടെ ഇനി വേണ്ട. എടാ ഊന്ന് കളിക്കാതെടാ ഇതൊക്കെ. മുകളിലുണ്ട് ആ മലയുടെ മുകളില്. ബാക്കോ, എല്ലാരും ബാക്കോ. ഒരു കാര്യം ബാക്കപ്പ് ഉള്ളിടത്തോട്ട് പോ. വണ്ടി ആരെ ഇടിച്ച് മറിക്കണം. ട്രിക്കി അവിടെ ഞാൻ വിളിക്കാം.
എടാ ഞാൻ ഇവിടെ കുത്തോണേ. എടാ നിങ്ങൾക്ക് റിപ്പയർ വേണോ? കേറിപ്പോലെ അവന്മാരൊന്നും പഞ്ചറാണ്. എടാ ഏറ്റവും ബാക്കി ഇപ്പൊ ഇവിടെ വാ ഈ പിക്കിലോ വാ. പെട്ടെന്നോ ലാസ്റ്റ് വണ്ടി ടയർ ഓടിക്കണം. അവര് ബാക്ക് വലിയാണ് അവര്. പെട്ടെന്നോ അവര് ബാക്ക് വലിയാണ് പെട്ടെന്നോ. ഇവിടെ ഒറ്റ വണ്ടി പിടി ആ ബേക്കിൽ തോണ വണ്ടി പിടി. ഏറ്റവും ബേക്കിൽ തോണ വണ്ടി പിടി. ഇവനടി അവര് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ രണ്ട് വഴിയാ. ലെഫ്റ്റിലോട്ട് പോ. എല്ലാം ലെഫ്റ്റ് വഴി. ടണല് കയറാൻ ലെഫ്റ്റ് വഴി പറഞ്ഞേ. ഇവിടെ ഒറ്റ വണ്ടി അവര് പൊക്കോണ്ടിരിക്കണം. ബാക്ക് വലിഞ്ഞോണ്ടിരിക്കണം. നമുക്ക് ഒരു വണ്ടിയെ കിട്ടും. അവൻ നിർത്തുന്ന അവിടെ കുഴപ്പമില്ല. അവൻ നിർത്തണേ വളഞ്ഞു നിർത്തി അടിച്ചോ. ഇവിടെ നിർത്തി വളഞ്ഞു നിർത്തി അടിയേ. അത് മലയുടെ ഉണ്ടല്ലോ. ബാക്കി വണ്ടികൾ വരുന്നേ ഉള്ളൂ. അടിച്ചോ. മലയാളമുള്ളവനെ ഓടിച്ചോടിച്ചോ. ഇറങ്ങി. നൈസ്. ചെറുക്കെ കിട്ടിയ വന്ന പാരത്തില് അണ്ണ ഞങ്ങൾ ഓൺ മാർക്കി ഒരാളോട് ലാസ്റ്റ് അടി. ഒരാളോട് അടി വണ്ടി കുഴപ്പമില്ല. എടാ നമുക്കൊന്ന് ഹെലി ഒന്ന് ഇതാക്കിട്ട് പോവാണ്. സ്പീഡ് എല്ലായിടത്തും കുത്തി എന്നിട്ട് കൊണ അറിഞ്ഞിട്ട് വരിക. ബാക്കിലത്തെ മല പറഞ്ഞോടും. എടാ ഇവിടെ ഇടിച്ചു പോലല്ലേ കിടക്കണ്ട. ഇവിടെ ഇടിച്ചു പോലൊക്കെ. എടാ ഞാനൊരു കാര്യം പറയാം. ആവേശം കുറയ്ക്കണ വണ്ടി ഒന്ന് ഇറങ്ങിയടി ഒരുത്തരുള്ള അവനെ കുത്തിട്ടാ കുത്തി ഇറങ്ങാൻ. ഓ ഞാൻ ആരെ കൊന്നുപോയി. വാവ്.
ഇവിടെ അല്ലേ നിർത്തടാ. ഇവിടെ നിർത്താം. വാ 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 വാ. ചത്ത് തീർത്ത്. ഹെലി സേഫ് വേണ്ട, വാറ് വിളിക്കണം. നീ അടുത്ത വാറ് വിളിക്കണമല്ലോ. നീ അടുത്ത എടാ അടുത്തത് വാറ് വിളിക്കാൻ വേണ്ടിട്ട്. എടാ ഇതാറാ നമ്മളെ കൂട്ടത്തിൽ അവിടെ മൂത്രം ഒഴിക്കുന്നവരുന്നു. മൂത്രം ഒഴിക്കുന്നു മൂത്രം ഒഴിച്ച് കത്തിക്കുന്നു. മൂത്രം ഒഴിച്ച് കത്തിക്കുന്നു. ഹെലി എന്നാൽ രക്ഷപ്പെട്ടാ. അവൻ എവിടെ പോയെന്നു അല്ല അവനെ നോക്കി കോളാരി കൊടുക്കും. നമുക്ക് പിടിക്കണ്ട. അവൻ മുങ്ങി. അയ്യോ തെറി വിളിച്ചേ അവന്റെ ബോഡി ഇവിടെ ഉണ്ട്, അവന്റെ ബോഡി ഇവിടെ ഉണ്ട്. ഞാൻ മാർക്ക് തരാം. വിളിക്കേണ്ടവര് വന്നു. അല്ല വിളിക്കണ്ട തെറി വിളിക്കണ്ട. ആരും തെറി വിളിക്കല്ലേ. ഇവിടെ കണ്ണാപ്പി ഒന്നും വിളിക്കല്ലേ. തെറി വിളിക്കല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് തെറി വിളിക്കല്ലേ. അവനെ കുറച്ച് ദിവസം വെളിയിരിക്കട്ടെ. ചത്തിട്ടും താളം അടിക്കാനായിട്ട് റേഞ്ച് വേണം. അതാണ് ഇവൻ. ഇവനോട് നല്ലത് കൊടുക്കാം. എല്ലായിടത്തും